ആരാധന ആരാധന യേശുവേ സന്തോഷത്തോടെ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉദര രോഗികളെ വിശ്വാസത്തോടെ വയറ്റി കൈവെക്കുക. ഉദര രോഗികളെ വിശ്വാസത്തോടെ വയറ്റി കൈവെക്കുക. കർത്താവേ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, കർത്താവേ, തലവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. നിന്റെ തിരുമുറിവാർന്ന് വലതുകരം കർത്താവേ, ഇപ്പോഴും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവിടെ കർത്താവേ, അങ്ങയുടെ വലതുകരം സ്പർശിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ അൾസർ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ അൾസർ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ നടുവേദനക്കാരെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവിന് ശക്തി ശ്രുതികടേ ശ്രുതികടേ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അൾസർ രോഗികള്, അൾസർ രോഗികള്, കർത്താവെ അർസസ് രോഗികള്, രോഗികള്, ഫിസ്റ്റുല രോഗികള്, പിസിഒഡി രോഗികള്, ഗർഭാശയ സിസ്റ്റ് ഉള്ളവര്, ആമാശയത്തിൽ കുരുക്കളുള്ളവര്, കർത്താവിന്റെ നാമത്തില് കർത്താവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ യേശുവേ ആരാധന 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 യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ രോഗികൾക്കും പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തീരാവ്യാധികള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നെഞ്ച് കൈവച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും കർത്താവ് ഇപ്പോഴേ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഓരോ ഭൂഖണ്ഡങ്ങളിൽ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഓരോ സംസ്ഥാനങ്ങളിലും കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തിലും കർത്താവെ, ഓരോ ജില്ലകളിലും കർത്താവെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. ഈശോ ശ്വാസകോശ രോഗികളെ സ്പർശിക്കണേ കർത്താവെ. ഈശോ കരളിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ. ഈശോ ഫാറ്റ് ലിവറുള്ളവരെ സ്പർശിക്കണം കർത്താവെ. കർത്താവ് ഹൃദയത്തിൽ കർത്താവ് വാൽവിന് ലീക്കുള്ളവരെ കർത്താവെ, വാൽവ് ദ്രവിച്ചവരെ കർത്താവെ, വാൽവ് ശ്വസിച്ചു പോയവരെ കർത്താവ് സ്പർശിക്കണം കർത്താവെ. ഭദ്രകളെ സ്പർശിക്കണം കർത്താവെ. ശ്വാസകോശ രോഗികളെയും കൊറോണ രോഗികളെയും കർത്താവെ, ക്വാറന്റൈനിൽ കഴിയുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്ഥി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. അസ്ഥിയോട് ബന്ധപ്പെട്ടതാണ് മുടികൊഴിച്ചിലും അത് വരുന്ന എല്ലാ രോഗങ്ങളുടെ മേലും, കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇനി അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗമുണ്ട്, അത് വേറെ ഒരു വിഷയമാണ്. അവർക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ,
അസ്ഥി രോഗികൾ, അസ്ഥി ഉളുക്കുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി പൊടിയുന്ന രോഗമുള്ളവരെ, അസ്ഥി കണ്ടിച്ച് അപകടത്തിൽ അസ്ഥി കണ്ടിച്ചു പോയിട്ട് സ്വാധീനക്കുറവുള്ളവരെ, അസ്ഥിക്ക് ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ റാഡിട്ടിരിക്കുന്നവരെ കർത്താവെ, അവരെല്ലാം കർത്താവെ, അസ്ഥി പൊട്ടിയതിൻ്റെ പേര് നീരുള്ളവരെ കർത്താവ്, ആശുപത്രി അസ്ഥിപ്പൊട്ടി കിടക്കുന്നവരെ ഈശോ അവരെല്ലാം സ്പർശിക്കണമേ കർത്താവെ. അവരുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരും, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവരും ആരുമില്ലാത്തവരെയും കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്തരം രോഗമുള്ള ഇടങ്ങളിൽ അവിടെ കൈകൾ വെക്കുക. ഈ സമയത്ത് അമ്മയുടെ മധ്യസ്ഥ ഈശോനാമത്തിൽ കൈവെക്കുക. നീ അടയാളം കാണും കർത്താവിൻ്റെ. വിശപ്പ് രോഗമുള്ളവരെ, വിശപ്പ് രോഗമുള്ള ഇടങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ചൊറിച്ചിറങ്ങ ശരീരത്തെ മുഴകളുള്ളവരെ, മുഴകൾ ഉള്ള ഇടങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഈശോന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, നിനക്കൊരു മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തുവേ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ ത്വക്ക് രോഗികളുടെ മേൽ, മുഴയുള്ളവരുടെ മേൽ കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയമുള്ളവരെ, ഉദര രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഉദര രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാര്യം വയറ്റിൽ നിന്ന് അറിയാതെ പോകുന്നവരെ, വയറ്റിൽ നിന്ന് എപ്പോഴും ഇളകി പോകുന്നവരെ, ഒരാഹാരം പിടിക്കാത്തവരെ, അവരൊക്കെ വീണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ കൈവെക്കുന്നവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കൈവെക്കുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. കർത്താവ്, ഉദര രോഗികൾ, പലതരത്തെ ഉദരത്തിൻ്റെ രോഗങ്ങളാൽ കർത്താവ്, ഉറക്കമില്ലാത്തവർ, വയറ് വീർത്തിരിക്കുന്നവർ, കർത്താവെ വയറ്റിൽ നിന്ന് അറിയാതെ പോകുന്നവരെ, ആഹാരം പിടിക്കാത്തവർ, യേശുക്ക് ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും, ദുരിത രോഗങ്ങളെ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹലേ, സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എൻ്റെ പേര് സിന്ധു ഗിരീഷ്. ഞാൻ കൊല്ലം ജില്ല പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ് 27 ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞത് 2024 ജൂലൈ 10 ആയിരുന്നു. എനിക്ക് ആദ്യം തന്നെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പോയ പിറ്റേ ദിവസം മുതൽ അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. വലുതായിട്ട് തന്നതല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അമ്മ തന്നു. ഞാൻ വീട്ടിലെ ഊണ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഡെയിലി ഒരു 25 ഊണ് തരണേ എന്ന് പറഞ്ഞു. അമ്മ പിറ്റേ ദിവസം മുതൽ 25 എന്നുള്ളത് ഓരോ ദിവസവും കൂടി 200-ഓളം ഊണുകൾ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഗൾഫിൽ പോകാൻ ചാൻസ് വന്നു. ഞാൻ ഗൾഫിൽ പോയി. അവിടുന്ന് വന്നാണ് ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞത്. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ വന്നത്
എനിക്ക് ഒരസുഖം ഉണ്ടായിരുന്നു. അത് സൗഖ്യപ്പെട്ടതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളുമായിട്ട് ഒരു ചെക്കപ്പിന് പോയതാണ്. അവിടെ 2 വർഷത്തെ മെഡിക്കൽ വിസ എടുക്കാൻ വേണ്ടി മെഡിക്കൽ ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ വന്നൊന്ന് ചെക്കപ്പ് നടത്തിയിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ വന്ന് എക്കോയും എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഹാർട്ടിന് ചെറിയ ബ്ലോക്കുണ്ട്. അപ്പം അത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം. അപ്പോൾ അത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് അന്നേരേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടില്ല, അല്ലാതെ തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരാളെ ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്നതായിരുന്നു. അവർക്ക് ഉടമ്പടി എടുപ്പിച്ച് മേളിൽ അവരിരുന്ന സമയത്ത് ഞാൻ താഴെ ഇരുന്നപ്പോൾ അച്ഛനിങ്ങനെ വരുന്നു. എല്ലാവരും മാറി നിൽക്കണമെന്ന് വന്നൊരു സിസ്റ്റർ പറയുന്നു. എല്ലാവരും മാറി 2 സൈഡിലോട്ട് നിൽക്കുന്നു. അച്ഛൻ വന്നൊരു വീൽ ചെയറിൽ ഇരുന്ന ഒരു അപ്പച്ചനെ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ അങ്ങനെ നിന്നപ്പോൾ കാണാൻ എല്ലാവരും 2 സൈഡിൽ നിന്ന് അച്ഛനിങ്ങനെ കൈ തൊട്ട് ഓരോരുത്തരെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയോ ഞാനും ചെന്ന് അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാം എന്ന് വിചാരിച്ച് ഞാൻ ഓടി ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നു. ഞാനങ്ങനെ അച്ഛന്ന് വിളിക്കണമെന്ന് പ്രതീക്ഷിച്ചോ എടുത്തോ ഒന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അറിയാതെ എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛോന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് അച്ഛൻ അവിടെ നിന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറയുന്നെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അച്ഛൻ എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കരയാണ്. അച്ഛൻ ഏതാണ്ട് ഒരു 3 മിനിറ്റോളം എൻ്റെ നെഞ്ചത്ത്, അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും തിരക്കുള്ള ഒരച്ഛൻ നിന്ന് പ്രാർത്ഥിച്ച് തലയിൽ പിടിച്ചിട്ട് അച്ഛനങ്ങ് പോയി. അപ്പം ഞാൻ എന്നും തൈലം നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇനി ചെന്ന് ആൻജിയോഗ്രാം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് ഈ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ മോൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പം പോയി ആൻജിയോഗ്രാം എടുത്ത് നോക്കിയപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് 4 സൈസ് ഹാർട്ടിൻ്റെ ഗുളിക തന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചു, എനിക്കെന്ത് അസുഖമൊന്നുമില്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് അസുഖം വേണമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 ഹോസ്പിറ്റലിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞു വിട്ടു, ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, മരുന്നുകളെല്ലാം നിർത്താം എന്ന് പറഞ്ഞ് എല്ലാ മരുന്നും നിർത്തി. അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം തന്ന് എന്നെ സുഖപ്പെടുത്തി. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. 2ാമത്തെ സാക്ഷ്യം, 7 വർഷം കൊണ്ട് എനിക്കൊരു കേസുണ്ടായിരുന്നു കോടതിയിൽ. അത് ഞാനിപ്പോൾ ഇവിടാണ് ഞാനത് പറയുന്നത്. എൻ്റെ വീട്ടിലോ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും അറിയില്ല. ഞാനത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. ഒരു ചെക്ക് കേസായിരുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചു. സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും എഴുതിയല്ല കൊടുത്തത്. അപ്പോഴവരത് സമയത്ത് കിട്ടാത്തത് കൊണ്ട് അതവർ 1 ലക്ഷം എന്നുള്ളതിന് 5 ലക്ഷം എഴുതി കേസാക്കി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് എൻ്റെ പേര് ഇങ്ങനെ കോടതിയിൽ നിന്ന് വരുന്നു ഒന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു ഇവിടെ അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോൾ അത് ജാമ്യം എടുക്കേണ്ട വരെ ഒരു കേസായി കിടക്കുവാണ്, വാറണ്ടായി കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. കാരണം മോൻ നാട്ടിലില്ല, അവനോട് ആരോടും പറഞ്ഞില്ല. ഞാൻ നേരെ ഇവിടെ വന്നു. ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു. അവിടെ ഉടമ്പടി പുതുക്കാൻ വന്നതല്ല, ഇത് അച്ഛനെ ഒന്ന് കാണണം ഇതുപോലാണെന്നും പറഞ്ഞ് വാട്സപ്പിൽ ഞാൻ അവിടെ കാണിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പോയിട്ട് 8 മാസമായിരുന്നു. 8 മാസം കൊണ്ട് ഉടമ്പടി പുതുക്കാതിരുന്നത് കൊണ്ട് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞു. പെട്ടെന്ന് പിന്നെ മാനേജറെ കാണാൻ പറഞ്ഞു. മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാർ എഴുതി തന്നു. അങ്ങനെ ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനുള്ള എഴുതി തന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് പേപ്പർ ഞാൻ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്നെല്ലാം കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് തിരികെ തന്ന്
അമ്മയിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കോടതിയിൽ പോയി. ഒറ്റയ്ക്ക്, ഒരു മനുഷ്യൻ്റെ സഹായവും ഇല്ലാതെ ഞാൻ പോയി. ഇനി രണ്ടുപേരെ അഡ്വക്കേറ്റ് ഞാൻ ഇടപാട് ചെയ്തു, രണ്ടുപേരെ നിർത്തി ജാമ്യം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 5 മാസമേ ആയുള്ളൂ മൊത്തത്തിൽ. അത് 2 തവണ എന്നെ കോടതിയിൽ കേസിൻ്റെ അവധിക്ക് വിളിച്ചു, അവർ മാറ്റിവെച്ചു. കഴിഞ്ഞ മാസം 5-ാം തീയതി കഴിഞ്ഞപ്പം അവരുടെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ കേസ് പിൻവലിക്കുന്നു. കാരണം എനിക്കെതിരെ കൊടുത്ത കക്ഷി പറഞ്ഞു ആ ചേച്ചി ഒരു പാവമാണ്, അവരുടെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ആ പൈസ തരാൻ പറ്റിയില്ല. അത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇങ്ങനെ ചെയ്തു പോയി. ഇനി ആ ചേച്ചിയെ കോടതിയിൽ കയറ്റരുത്, അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം. ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കണം ചേച്ചിക്ക് എന്ത് തരാൻ പറ്റും എന്ന് ചോദിക്കും. അത് നമുക്ക് വിട്ടു തന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ ചെക്കാണ് അവർ എഴുതി കൊടുത്തത്, എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല, 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാനുള്ളത്, അത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. അതിനും അവർ സമ്മതിച്ചു. 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അന്ന് ഞാൻ അമ്മയിൽ മാത്രം വിശ്വസിച്ചാണ്, അമ്മയെ മാത്രം കൂട്ടുപിടിച്ചാണ് പോയത്. പോകുമ്പം ഞാൻ ഉടമ്പടി തൈലവും പത്രവും ഉപ്പും എല്ലാം ആയിട്ടും എൻ്റെ ധൈര്യത്തിന് കൂടെ ആരെയും കൂട്ടിയില്ല പോയി. അവിടെ ഇരിക്കുന്നവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു. അമ്മ അങ്ങനെ ഒരു അനുഗ്രഹം തന്നു. അമ്മ എന്നെ അനുഗ്രഹിച്ചു. ആ കേസ് പിൻവലിച്ചു. ഇനി ഞാൻ പറയുന്ന ഈ സാക്ഷ്യത്തിലോടായിരിക്കും മറ്റുള്ളവരറിയുന്നത്. ഇത് ഞാൻ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യമാണ്. ഇതാണ് എൻ്റെ 2ാമത്തത്. ഇനി 3ാമത്തത് 7.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നു. ഇച്ചിരി ബാധ്യതയൊക്കെ വന്നപ്പോൾ അത് വിറ്റു. അങ്ങനെ ഇപ്പം 7.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ അമ്മ ഒരു വീട് തരണേന്ന് പറഞ്ഞു. പക്ഷെ അത് തരാനുള്ളൊരു വഴി വേണമല്ലോ. അന്നേരം എനിക്കറിയാം അതിനുള്ള സാഹചര്യം. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത്. അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഓരോ നിമിഷവും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മമാർ കൈപിടിച്ച് നടത്തുന്നത് എങ്ങനെ, അതുപോലാണ് അമ്മ എന്നെ കൈപിടിച്ച് നടത്തിയത്. ഒരുപാട് വീടില്ലാത്ത ദുഃഖമില്ല, സ്ഥലമില്ലാത്ത ദുഃഖമില്ല, ഒന്നുമില്ല. പക്ഷെ അതിനപ്പുറം മനസ്സമാധാനം. നമ്മൾ ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെ അമ്മയുണ്ട് എന്നൊരു തോന്നൽ. വീട് നിറഞ്ഞ് അമ്മ നിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം. എനിക്ക് ഹസ്ബൻഡിൽ 5 വർഷമായി മരിച്ചു പോയിട്ട്. ഒരു മോനും മരുമോളും കുഞ്ഞുമുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ. ഉടമ്പടിയിൽ വെച്ചപ്പം വീട് വേണോ അമ്മ, ഒരു വീട് തരണേ എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് അമ്മ തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനത് വെക്കുന്നുണ്ട്, പക്ഷെ ഞാനത് പ്രാർത്ഥിച്ചില്ല. അങ്ങനെ 2-3 മാസത്തിന് മുമ്പ് എനിക്ക് തന്നെ അങ്ങ് സ്വയം തോന്നി, 7 വർഷമൊക്കെ കഴിഞ്ഞല്ലോ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴ് നമുക്ക് ഇനിയെങ്കിലും ഒരു വീട് വേണ്ടേ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ സമയം ആയില്ലയോ ഞങ്ങൾക്കൊരു വീട് തരാനെന്ന്. അങ്ങനെ പറയുന്നേ അല്ലാതെ അമ്മ ഒരു തരത്തിലും അമ്മ എന്താ തരാത്ത എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ ഇരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ 5 സെൻറ്റ് സ്ഥലം പോയെടുത്ത് അമ്മ 15 സെൻറ്റ് സ്ഥലം തന്ന് അനുഗ്രഹിച്ച്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് രജിസ്റ്റർ ചെയ്ത്. അതുകൂടെ കഴിഞ്ഞിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഈ 3 കാര്യങ്ങൾ കൂടെ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് പറയാൻ മോൻ്റെ ജോലിക്കയറ്റമാണ്. അത് ഇവിടെ പറയാം. മോൻ മർച്ചൻ്റ് നേവിയിലാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളും അത് ഇപ്പം മോനില്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം അനുഗ്രഹം ഓരോരോ ചെറിയ കാര്യത്തിനും. എനിക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ എനിക്ക് ഒരു ജോലി വേണം. ഞാൻ വീട്ടിൽ ഊണ് നടത്തി ഹോട്ടലിൽ നടത്തി ഇരുന്ന സമയത്താണ് ഗൾഫിലോട്ട് പോയത്. അവിടെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോളെ നോക്കാൻ. അവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖവും ഇങ്ങനെ ഒരു കേസിൻ്റെ ഒക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രാർത്ഥിച്ച്, അമ്മ എനിക്കൊരു ജോലി വേണം, എനിക്കത് കിട്ടണം
എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. പിറ്റേ വ്യാഴാഴ്ച എന്നെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നു, ജോലിക്ക് ഞാൻ പോകുന്നു. അന്ന് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞു. എല്ലാ മാസവും ശമ്പളവും വാങ്ങിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് വരും, ഇവിടെ വന്നിരിക്കും. എന്നിട്ട് അമ്മയ്ക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ല, അമ്മ നമ്മുടെ പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല. അമ്മ ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം അങ്ങനെയുള്ളതാണ്. ആദ്യ ശമ്പളം വാങ്ങിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത്. കാരണം 5 ബസ് കയറി ഇറങ്ങിയാണ് ഞാൻ വരുന്നത്. 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഒരു മാസം 2 ലീവേ ഉള്ളൂ. അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഏതെങ്കിലും ഒരു റൂം എടുത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പാവപ്പെട്ടവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ വീട്ടിൽ പുനലൂർ വരെ എത്തുമ്പം 5 മണിയാവും. പിറ്റേന്ന് വെളുപ്പിനെ 5 മണിക്ക് എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ 5 ബസ്, ഒരു ദിവസം 5 ബസ്, ഇങ്ങോട്ട് 5 ബസ് കയറി ഇറങ്ങി വരണം, തിരിച്ച് 5 ബസ് കയറി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എല്ലാ മാസവും ഞാൻ വരും. അങ്ങനെ ആദ്യത്തെ മാസം ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് 2ാമത്തെ മാസം ഞാൻ ഇവിടെ ശമ്പളവും വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു. ഗൾഫിലെ കടലിൽ 2000 രൂപ 3000 രൂപയുടെ കുറവ് മാത്രമേ എനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ. അത്രയും തന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ച്. എന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ടും ഈ പൈസ അമ്മ, ഞാൻ ഈ പ്രാവശ്യം എന്ത് ചെയ്യണോ അമ്മേ, ഞാൻ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നപ്പം ആരോ വന്നെൻ്റെ തൊടയിൽ ഇങ്ങനെ ഒന്ന് തൊട്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു 10-40 വയസ്സുള്ള ഒരു 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എന്നോട് ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചോ, പറഞ്ഞ് ചേച്ചി ഇത് എവിടെ എഴുതിയിടണ്ടേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തോ ഒരു പേപ്പർ, അത് നമ്മുടെ ആവശ്യങ്ങൾ. ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിടാൻ പറ്റത്തില്ല, നമ്മൾ ഉടമ്പടി എടുക്കണം. എഴുതിയിടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഉടമ്പടി നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അനങ്ങില്ല. ഞാൻ ചോദിച്ചു അത് ഉടമ്പടി എടുത്താൽ മതി, അത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കൊച്ചും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഉടമ്പടി എടുക്കാൻ പൈസ ഇല്ലേന്ന് ചോദിച്ചപ്പം അങ്ങ് കരഞ്ഞ്. അന്നേരം പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 45 ദിവസമേ ആയുള്ളൂ, അത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്, 45 ദിവസമേ ആയുള്ളൂ, എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട, അമ്മയുടെ അടുത്തല്ലേ വന്നത്, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അന്നേരം ഇത് ഒന്നും മിണ്ടാതിരുന്ന് 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്, അവരെയും വിളിച്ച് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി അവർക്ക് ഉടമ്പടി എടുക്കാനുള്ള പൈസയും കൊടുത്ത് അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവരെ വിട്ടു. അവർ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു വന്നു, ഉടമ്പടി എടുത്തു. എന്നെ വിളിച്ച് ചേച്ചി ഞാൻ പോയി ഉടമ്പടി എടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി എനിക്ക് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, എൻ്റെ മക്കളെ വളർത്താൻ അമ്മ ഒരു വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞ്. ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും എന്നാണ് അതെന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തല്ലേ വന്നേ, അമ്മ എന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 10ഓളം പേരെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോകുമ്പം അവിടെ വിസ പുതുക്കാൻ പോകും. അപ്പോൾ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രവും കൊണ്ടുപോകും, അല്ലെ എൻ്റെ കൂട്ടുകാർ പത്രം കൊടുത്തു വിടും. അപ്പോൾ ഈ പത്രം ബാഗ് ഒരു ഉറപ്പിന് നമ്മൾ വേറെ ഒമാനിലൊക്കെയാണ് വിസ പുതുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റൂമിൽ മലയാളികൾ ജോലിക്ക് വന്നവർ, ജോലി കിട്ടാതെ തിരിച്ച് പോകാൻ പോകുന്നവർ, അങ്ങനെയുള്ളവർ. അപ്പോൾ ഒരു കൊച്ചിങ്ങനെ ആൻറ്റി ഞങ്ങൾ അടുത്ത ഒരു തവണയും കൂടെ വിസ പുതുക്കാൻ പറ്റൂ, പിന്നെ ഞാനങ്ങ് തിരിച്ചു പോവുക, ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ പിന്നെ കൃപാസനത്തിലൊരമ്മയുണ്ട്, അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അത് ഓടി എൻ്റെ അടുത്തൊന്ന് എവിടെ ആൻറ്റി എല്ലാം ചോദിച്ചു. അവർ തൃശ്ശൂരാണ്. ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ആൻറ്റി എനിക്ക് ആ പ്രാർത്ഥനയൊന്ന് ഇട്ട് തരണേ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ആ കൊച്ചിൻ്റെ കോള് വരുന്നു, ആൻറ്റി പിന്നെ ആ പ്രാർത്ഥനയൊന്ന് ഇട്ട് തരണേ, ഞാനൊന്ന് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാം ഇട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു. 10ൻ്റെ അതിന് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു, ആ ജോലിയും കിട്ടി. അപ്പോൾ അവർക്കങ്ങ് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ ആ കൊച്ചിന് അവിടെ ജോലിയായി. അതിൻ്റെ അമ്മ ഇവിടെ തൃശ്ശൂരിൽ നിന്ന്, അതിൻ്റെ അമ്മയും അവരുടെ അമ്മയും കൂടെ 2 പേര് വന്നു. ഞാൻ പുനലൂരിൽ നിന്ന് വന്നു. ഇവിടെ അവർ 2 പേരും ഉടമ്പടി എടുത്തു.
ആ കൊച്ചിന് ജോലി കിട്ടി. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്രം അങ്ങോട്ട് കാണിക്കുമ്പോഴേ തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് പോകുമായിരുന്നു. നമ്മൾ ഒരുപാട് പത്രമൊന്നും കൊണ്ടുപോയിട്ടില്ല. ചിലപ്പോൾ കൂട്ടുകാരി 2-3 പത്രമായിരിക്കും എനിക്ക് കൊടുത്തു വിടുന്നത്. പക്ഷേ എല്ലാവരും കൈ നീട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്രം കൊടുക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിലും ബസ്സിലാണെങ്കിലും. അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞ 2 ഓണമൊക്കെ ആയ ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം ഞാനിങ്ങനെ 2 മാസം എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി മരിച്ചുപോയി. അങ്ങനെ ആ സമയത്ത് വരാൻ പറ്റില്ല. അങ്ങനെ ഞാനങ്ങ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചല്ല, മനസ്സിലെ ആഗ്രഹങ്ങൾ അമ്മ അറിഞ്ഞ് ചെയ്തു തരുക. പ്രാർത്ഥിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഹോസ്റ്റൽ നടത്തണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു ജോലി കിട്ടണം എന്നൊക്കെ. ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ജോലി കിട്ടുക. അങ്ങനെ ഇപ്പം എൻ്റെ ഒരാഗ്രഹം തിരുവനന്തപുരത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ബസ്സിന് എനിക്ക് അമ്മയുടെ അടുത്ത് വരാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഇരുന്നപ്പം കാണാം പത്രം ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ഒരു വേക്കൻസി കിടക്കുന്നു. ഞാൻ വിളിച്ചു. തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് എന്നെ വിളിച്ച് കഴിഞ്ഞ മാസം ഞാൻ 1 മാസം ജോലി കഴിഞ്ഞതാണ്. ഇപ്പം ശമ്പളവും വാങ്ങിച്ച് ഇറങ്ങിയതാണ്. എനിക്കിപ്പോൾ ഒറ്റ ബസ്സിൽ അമ്മയുടെ അടുത്ത് വന്നിറങ്ങാം, ഒറ്റ ബസ്സിൽ തിരിച്ച് അവിടെ എത്താം. ഞാൻ 5 ബസ് കയറിയാണ് ഇവിടെ വരുന്നത്, തിരിച്ച് 5 ബസ് കയറിയാണ് തിരിച്ചു പോകുന്നത്. അത്രയ്ക്ക് എല്ലാ മാസവും വരും അമ്മയുടെ അടുത്ത്. ആ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ആൻജിയോഗ്രാം ചെയ്യണമായിരുന്നു. ആ മാസം എനിക്ക് വരാൻ പറ്റിയില്ല. ഒക്ടോബറിൽ വരാനായിട്ടിരുന്നതിൻ്റെ തലേദിവസം എൻ്റെ ചേച്ചി മരിച്ചു. അങ്ങനെ വന്ന് ഈ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വരും. എനിക്ക് അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. പക്ഷേ എൻ്റെ കുടുംബ വീട്ടിൽ പോകുന്ന കുടുംബത്തിപ്പോൾ ആരുമില്ല എങ്കിൽ പോലും നമ്മൾ അമ്മമാരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ. ആ ദിവസം എണ്ണിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. ഗൾഫിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുത്തു. 6-ാം തീയതി എനിക്ക് വരാം. മാർച്ച് 6-ന് ടിക്കറ്റ് എടുത്തു. അപ്പം 4-ാം തീയതി വൈകുന്നേരം ആ കുഞ്ഞിന് ഉഴുന്നോടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖത്ത് മൊത്തം പാടായി. ഞാൻ എൻ്റെ ഇപ്പോൾ 7 പാട് മൊത്തത്തിൽ ഇല്ല, ചിക്കൻ ബോക്സ് വന്ന് പൊള്ളിയിരിക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് നമുക്കില്ല പൊള്ളുമ്പോൾ നമ്മൾ പോയി പേസ്റ്റ് എടുത്തേക്കും. ഞാൻ അങ്ങനെ ബാത്റൂമിൽ കയറി കണ്ണാടി നോക്കിയപ്പോൾ മൊത്തം ചുമന്നങ്ങ് നിമിഷ നേരം കൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെ അങ്ങായാലും ഞാൻ ചെന്ന് പേസ്റ്റ് എടുത്തിട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് എനിക്കങ്ങ് എന്താണെന്ന് പറയാൻ വയ്യ. അപ്പം ഞാനങ്ങ് മനസ്സിൽ ഭയങ്കര വിഷമമായി. കാരണം ഫ്ലൈറ്റിൽ വരേണ്ടതാണ്. കാണുന്നവർ വിചാരിക്കും എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. ഞാനിതെന്തോ പറയും, ആൾക്കാർ കണ്ടാൽ എന്തോ വിചാരിക്കും ഇങ്ങനെ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? എന്താ അമ്മേ, നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോകേണ്ടുന്നതാണ്. ഞാൻ ഈ മുഖം വെച്ചുകൊണ്ട് എങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യും? എന്താ അമ്മ ഇങ്ങനെ വന്ന് എന്ന് ഞാൻ മനസ്സിൽ ആ വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറയുക, അമ്മ എന്താ അമ്മ ഇങ്ങനെയാന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ അമ്മയുടെ തൈലം എടുത്ത് പുരട്ടിയാലോ. ഇങ്ങനെ നമ്മൾ ഒരുപാട് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്നതല്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പേസ്റ്റ് പോയി മുഖത്തുനിന്ന് കഴുകി കളഞ്ഞിട്ട് ആ തൈലം എടുത്ത് പുരട്ടാമെന്നും പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോകുന്നു, മുഖം കഴുകുന്നു. ആ പാടില്ല. ഇവിടെയും ഒരു പാട്. ഞാൻ 7 എണ്ണ എൻ്റെ മുഖത്തും ഇവിടെയായിട്ട് 8 പാട് ഇങ്ങനെ ചുമന്ന്. പൊള്ളിയില്ല, പൊള്ളുന്നതിന് മുമ്പേ ഞാൻ പേസ്റ്റൊക്കെ പുരട്ടി. അപ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അത് ഇന്നും എനിക്കത് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ആ സംഭവിച്ചത്. തൈലമൊന്നും ഞാൻ പുരട്ടിയില്ല, പുരട്ടാനായിട്ട് മുഖം പോയി കഴുകിയതാണ്. അത് എങ്ങനെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്ന്. ഇവിടെ സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.